ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. ഇന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു. കിടിലൻ ദിവസമായിരുന്നു പറഞ്ഞാൽ കിടിലൻ ദിവസമായിരുന്നു. കാലത്തെ കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ അറിയാമല്ലോ 53,400 മുകളിൽ 53,400 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതിന് മുകളിൽ നമുക്ക് കൃത്യമായിട്ട് ട്രേഡ് കിട്ടുകയും ആ ട്രേഡ് കൃത്യമായിട്ട് ഫസ്റ്റ് ടാർഗറ്റിനോട് ഏകദേശം ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് ഒരു 25% ക്വാണ്ടിറ്റി മാത്രമേ വച്ചിട്ടുള്ളൂ. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, കോസ്റ്റ്ലി സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. തിരിച്ച് വീണ്ടും റീ എൻട്രി കിട്ടി, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. നിഫ്റ്റിയിൽ നല്ലൊരു റീ എൻട്രി കിട്ടിയായിരുന്നു. നിഫ്റ്റി ആദ്യം എൻട്രി കിട്ടിയില്ലെങ്കിൽ കൂടി സെക്കൻഡറി കിട്ടി. നിഫ്റ്റി റീ എൻട്രി കിടിലമായിട്ട് ട്രേഡ് കിട്ടി. 25,600 ഭാഗത്ത് റീ എൻട്രി എടുത്ത് അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി, നല്ല പോയിന്റ്സ് എടുത്ത് ഇന്ന് കിടിലൻ ദിവസമായിരുന്നു. ഒരു ലോസ് പോലും ഇന്ന് ട്രേഡ് ചെയ്യാൻ, ഒരു സ്റ്റോപ്പ് ലോസ് പോലും ഹിറ്റ് ആയിട്ടില്ല. ഇന്ന് കിടിലമായിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് വ്യക്തമായി ഇടയ്ക്കൊരു ചെറിയൊരു നീജർക്ക് റിയാക്ഷൻ പോലെ ഒരു താഴേക്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ഒറ്റ അടി അടിച്ചെന്നല്ലാതെ ഈ ഒരു ഒറ്റ ഫോൾ വന്നതല്ല. എന്നാൽ കൂടി അവൻ കൃത്യമായിട്ട് പറയണമെങ്കിൽ അത് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി പറയുന്നത് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ആയ 53,256 ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. അവിടെ വെച്ച് റീ എൻട്രി വന്നായിരുന്നു. ആ റീ എൻട്രി കിടിലമായ ടാർഗറ്റ് കിട്ടി. ഇന്ന് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 54,000 മുകളിൽ പോയായിരുന്നു. സ്പോട്ട് 54,000 മുകളിൽ പോകാൻ കാരണം ICICI ബാങ്കിൽ ഹ്യൂജ് ബൈയിങ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്കിന്റെ പൊസിഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ICICI ബാങ്ക് ഈ ലാസ്റ്റ് നിങ്ങൾ കണ്ട 1313 കിടന്ന സാധനം 2:45 3 മണിക്കൂർ കയറ്റം ഒന്ന് കയറി. ICICI ബാങ്ക് 1310 തൊട്ട് 1362 വരെ കയറി. ഹ്യൂജ് ഡിമാൻഡ് ICICI ബാങ്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നല്ല കിടിലം ബൈയിങ് ICICI ബാങ്ക് നടന്നു. ആ ICICI ബാങ്കിൽ നടന്ന ബൈ ആണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ കയറ്റിയത്. HDFC ബാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിൽ അത്രയ്ക്ക് വലിയൊരു മൂവ്മെന്റ് വന്നിട്ട് ലാസ്റ്റ് വീട്ടിൽ സെൽ ഓഫ് ഉണ്ടെങ്കിൽ കൂടെ ആ ഒരു കൃത്യമായ റേഞ്ച് നിന്നു. പക്ഷെ ICICI ബാങ്കിലുള്ള മൊമെന്റമാണ് ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റിനെ നിങ്ങൾ നോക്കത്തിനാ 755 പോയിന്റ് സ്പോട്ട് പ്ലസ് ആണ്. 373 പോയിന്റ് മാത്രമേ ഉള്ളൂ ഫ്യൂച്ചർ. അതേപോലെ തന്നെയാണ് നിഫ്റ്റിക്ക് 375 പോയിന്റ് സ്പോട്ടും പ്ലസ് ആണ്, 278 പോയിന്റ് ഏതാണ് ഫ്യൂച്ചറും പ്ലസ് ആണ്. അപ്പൊ അർത്ഥം വെച്ചാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഡിസ്കൗണ്ടിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റ് 45 മിനിറ്റ്സിലാണ്, പ്രത്യേകിച്ച് 3 മണിക്ക് തുടങ്ങിയ ICICI ബാങ്കിലുള്ള കിടിലം ബൈയിങ് ആണ് സ്പോട്ടിനെ കയറ്റാനുള്ള കാരണം. അത് വ്യക്തമായി നിങ്ങൾ അത് ഓർത്ത് വെച്ചേക്കുക. സോ അത് കൂടാതെ ഇന്നൊരു വേറൊരു കാര്യം ഉണ്ടായിരുന്നു. NSE സൈറ്റിൽ നിങ്ങൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റില് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ OAയില് ഈ ബാങ്ക് നിഫ്റ്റിയുടെ OA ചാർട്ട് എടുക്കുന്ന സമയത്ത് OA ചാർട്ടിനകത്ത് നമ്മൾ 54,000 അതായത് ഓപ്ഷൻ ചെയിനകത്ത് 54,000 സ്ട്രൈക്ക് ഒക്ടോബർ മാസത്തെ പൊസിഷനിൽ ഏകദേശം പറയുകയാണെങ്കിൽ പുട്ടില് നല്ല റൈറ്റിംഗ് ഉണ്ട്. അതായത് ചേഞ്ചിന് ഏകദേശം പറഞ്ഞ വോളിയം 1.08 lakhs, അതായത് വോളിയം വന്ന് ഏകദേശം 77,183 ഇന്നത്തെ OA ഇൻക്രീസ് ആയിട്ടുണ്ട്. 64,000 ക്വാണ്ടിറ്റി OA ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് 54,000 ഏതിലാണ് നമ്മുടെ OA വലിയ രീതിയിൽ വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഈ ഒരു 64,000 എന്ന് പറഞ്ഞ ഒരു OA ഇന്ന് കൃത്യമായിട്ട് 54,000 പുട്ടില് ഇന്ന് കണ്ടിട്ടുണ്ട്. അതിനർത്ഥം എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് ഈ വരാൻ പോകുന്ന എക്സ്പയറി നമ്മുടെ മാർക്കറ്റ് 54,000 മുകളിൽ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എനിക്ക് പ്രതീക്ഷയുള്ളത് 54,000 മുകളിൽ. അതേപോലെ OE 1 lakh OE നമ്മുടെ കോളിൽ ഉണ്ടെങ്കിൽ കൂടി ഈ പുട്ടില് നമ്മളെ പറയല്ലോ ആത്മഹത്യ ചെയ്യാൻ ഇപ്പം കേറ്റ ഒരു വലിയ രീതിയിലുള്ള കേട്ട ഒരിക്കലും പ്രതീക്ഷിച്ച് നോക്കണ്ട. കയറിയാലും പിറ്റേ ദിവസം ഇറങ്ങിയാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷെ ഇറക്കം എന്ന് പറഞ്ഞാൽ വളരെ അതും പ്രത്യേകിച്ച് ഇത്ര വളരെ ഹൈയില് ഓപ്പൺ ടെസ്റ്റില് OA വരുമ്പോൾ അതൊന്ന് നോക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഈ 54,000 എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റും ഈ 54,000 എന്ന് പറഞ്ഞ ഒരു നമ്പർ സ്പോട്ട് നമ്പറും
വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒക്ടോബർ മാസത്തെ പുട്ട് 77,183 കാണിക്കുന്നു. കോളിന് 1,00,000 ഉണ്ടെങ്കിൽ കൂടി ഈ പുട്ടിനെ നിങ്ങളൊന്ന് നോക്കുക, അതിലൊരു OA കിടപ്പുണ്ട്. അപ്പൊ അത് അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ എന്തൊരു കണക്കൂട്ടിൽ വെച്ച് ഈ വരാൻ പോകുന്ന എക്സ്പയറി മിക്കവാറും നമ്മൾ 54,000 മുകളിൽ ഫ്യൂച്ചർ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ല എങ്കിൽ ഈ ഒരു ഇത്രയും OA ക്രിയേറ്റ് ചെയ്തത് അറിയാം ഓപ്പൺ ഡെസ്റ്റ് ടോട്ടൽ നമ്പർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രാക്ട് ആണ്. അപ്പം ഈ ഒരു പൊസിഷൻ ഉള്ളത് കൊണ്ട് ഇത് നമുക്കൊരു ഇൻഡിക്കേഷൻ തരികയാണ് മാർക്കറ്റിൽ 54,000 ഭാഗത്തേക്ക് മാർക്കറ്റ് വന്ന് ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അത് മനസ്സിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 25,500 ഞാൻ കൃത്യമായി പറഞ്ഞു, നമ്മൾ 518 നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ അവൻ 567 തന്നു. അതിനടുത്ത ഒരു സ്മൂത്ത് ആയിട്ടുള്ള മാർക്ക് 630, 630 നമ്മൾ 711 തന്നു. 711 മുകളിൽ പോയി സഡേന്ന് വീണ്ടും ഇറങ്ങി 567 ഭാഗത്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറി എഴുതുന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ് നമ്മൾ 5 മിനിറ്റ് ചാർട്ട് നിങ്ങൾ വിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായ രീതിയിൽ നിഫ്റ്റിയിൽ ആ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതേപോലെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ റൂമിൽ കൃത്യമായി പറയുന്നത് എത്രയാണ്, നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ആയ 53,300 ഏതാണ് 53,266 മോൾ വന്നു. അവിടെ നിന്ന് കയറി താഴേക്ക് ഇറങ്ങി എന്നാൽ തിരിച്ച് വീണ്ടും കയറി 53,384, 53,681 ആ ഭാഗം വരെ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി വീണ്ടും ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് ആഴ്ച തിരിച്ച് വീണ്ടും 681 ഭാഗത്ത് വരെ പോയി. സോ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റ് നമ്മുടെ റൂമിലുള്ളവർക്കും എനിക്കും ട്രേഡിംഗ് കിട്ടിയായിരുന്നു. നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു കോപ്പി ക്യാറ്റ് ബുക്കിഷ് ട്രേഡ് ആയിരുന്നു വ്യക്തമായിട്ട് കിട്ടിയത്. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ വീക്ക്ലി ചാർട്ടിന് അനലൈസിലേക്ക് പോകാമല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്ത് വിളിച്ചേക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റി പറഞ്ഞത്. നിഫ്റ്റി 54,000 മുകളിൽ ബാങ്ക് നിഫ്റ്റി പോകാനും നിഫ്റ്റിയെ സംബന്ധിച്ച് 26,000 മുകളിൽ പോകാനുള്ള ചാൻസും ഉണ്ട്. അതിന് ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം, നമ്മുടെ ഡെയിലി ക്യാൻഡിൽ പ്രകാരം നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ലെവലൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പഴയ ഹൈ ആയ 53,303 ബാങ്ക് നിഫ്റ്റി ഇന്ന് പൊട്ടിച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു റൗണ്ടിങ് ബോട്ടം, നമ്മൾ റൗണ്ടിങ് ബോട്ടം സ്ട്രാറ്റജി ഞാനത് പറയുന്നത് അത് ഉപയോഗിക്കാറില്ല, പക്ഷെ പല ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു റൗണ്ടിങ് ബോട്ടം ഇതൊരു റൗണ്ടിങ് ബോട്ടം ഒരു സ്ട്രാറ്റജിയാണ്. സോ ഈ റൗണ്ടിങ് ബോട്ടം പ്രകാരം അറിയാലോ, സോ അതൊരു ബ്രേക്ക്ഔട്ട് വന്നതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഈ റൗണ്ടിങ് ബോട്ടത്തിൽ 53,300 മുകളിൽ നിൽക്കുന്ന സ്ഥലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 56,000 വരെ പോകാനുള്ള ചാൻസ് ഈ റൗണ്ടിങ് ബോട്ടം പ്രകാരം ഉണ്ട്. അത് ഡെയിലി ക്യാൻഡിൽ ആയതുകൊണ്ട് സമയം എടുക്കില്ല, 1 മാസം 2 മാസമൊക്കെ എടുക്കാം. പക്ഷെ 53,300, 310, 350 മുകളിൽ നിൽക്കുന്ന കാലം 56,000 വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിലും ഒരു ചെറിയൊരു ഫ്ലാഗിന്റെ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ വന്നു. അത് പ്രകാരം അവന്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 26,060 ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഗം വരെ പോകുന്നു ചോദിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ എന്റെ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി മാർക്കറ്റ് പ്രൊഫൈലിന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് കടക്കാം. സോ ഇന്നത്തെ നമ്മുടെ ഈ നിഫ്റ്റിയിൽ ഈ വീക്ക് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ എസ്റ്റീം അപ്പാണ് നിഫ്റ്റിയുടെ വീക്ക്. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ന്യൂട്രൽ എസ്റ്റീം അപ്പാണ് നിഫ്റ്റി ഈ മാസം തന്നിട്ടുള്ളത്. ന്യൂട്രൽ എസ്റ്റീം അപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, യൂഷ്വലി ന്യൂട്രൽ എസ്റ്റീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോളോ അപ്പ് തരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ന്യൂട്രൽ എസ്റ്റീം അപ്പ് ആയതുകൊണ്ട് ആ ഒരു വ്യൂ ആ ന്യൂട്രൽ എസ്റ്റീം അപ്പ് ആയതുകൊണ്ട് ആശാൻ ഫസ്റ്റ് മൺഡേയുടെ ലോ പൊട്ടി ഈ ബുധനാഴ്ച വന്നായിരുന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി അവൻ ന്യൂട്രൽ എസ്റ്റീം അപ്പിൽ തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പൊ ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ന്യൂട്രൽ എസ്റ്റീം ഡേ ആയതുകൊണ്ട് ഇത് റിവേഴ്സലിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്ക് നമുക്കൊരു ബാലൻസ് വീക്കായിട്ട്, കാരണം നല്ലൊരു മൂവ്മെന്റ് ഈ ആഴ്ചയിൽ വന്നതുകൊണ്ട് മിക്കവാറും ഈ വരാൻ പോകുന്ന നിഫ്റ്റി തിങ്കളാഴ്ച എന്തെങ്കിലും മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെന്റ് ശേഷം മിക്കവാറും ഈ തിങ്കളാഴ്ച മൂവ്മെന്റിൽ ഒന്നെങ്കിൽ നല്ലൊരു ബാലൻസ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ആയിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. അതേപോലെ നിഫ്റ്റിയുടെ കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ന്യൂട്രൽ എസ്റ്റീം നമ്മുടെ POCയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ POCക്ക് ഇപ്പോഴും POCയുടെ ഭാഗം മുകളിലോട്ട് മെർജ് ചെയ്യാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് പറ്റിയിട്ടില്ല. അപ്പം ആ POCയുടെ ഭാഗം മുകളിൽ POC ഇപ്പോഴും നിൽക്കുന്നത് 25,455 ഭാഗത്താണ് ഇപ്പോഴും POC നിൽക്കുന്നത്. നമ്മുടെ വീക്കിലി വിവാപ്പ് വന്ന് ട്രെൻഡിങ് വിവാപ്പ് വന്ന് 25,645 ഭാഗത്തോട് നിൽക്കണം. സോ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഹൈ 25,800 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 848ഉം അതിനു മുകളിൽ നമ്മളെ സംബന്ധിച്ച് 26,050 വരെ നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതൽ. പുറത്തുള്ള ഒരു വീക്ക്ലി ബേസിസ് ആണ്. അതായത് 25,800 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നതോളം കാലം 25,848ഉം
അതിന് മുകളിൽ 26,050 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ കൂടുതലാണ്. ഒരു വീക്കിലി ബേസിസ് പറയുന്നതാണ്. ഇനി ഓർത്തോളുക 25,640 നമ്മളെ വീക്കിലിയുടെ വിവാപ്പ്, നമ്മൾ ട്രെൻഡിങ് വിവാപ്പ്. സോ 25,645 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സിയിലേക്കുള്ള ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അത് 25,455 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ വരാൻ ചാൻസ്. അപ്പോൾ ഓർത്തോളൂ 25,645 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിന് 25,455 എന്ന് പറഞ്ഞാൽ ഈ വീക്ക് കഴിഞ്ഞു പോയ ഇന്ന് ക്ലോസ് ആയ വീക്കിന്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. 25,455 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് തിരിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ 25,239 എന്ന് പറഞ്ഞ കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന, നിങ്ങൾക്കറിയാം കഴിഞ്ഞ വ്യാഴാഴ്ച എക്സ്പയറി ഡേറ്റ് വന്ന ആ ഒരു വലിയൊരു എന്താണ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വന്ന ദിവസത്തിന്റെ സിംഗിൾ പ്രിന്റ് വീക്കിലി ഒരു എച്ച് ബി എൻ സോൺ ആയ 25,243 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓർത്തോളുക നിഫ്റ്റി 25,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,060 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ 25,640 എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് വിവാപ്പ് സപ്പോർട്ട് ആയിരിക്കും. ആ സപ്പോർട്ട് പൊട്ടുകയാണെങ്കിൽ ഈ കഴിഞ്ഞ് ഇന്ന് ക്ലോസ് ആയ വീക്കായ ഈ വീക്കിന്റെ പി ഒ സി വീക്കിലി പി ഒ സി ആയ 25,455 ഒരു മെയിൻ റിവേഴ്സൽ തരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ന്യൂട്രൽ എക്സ്ട്രീം അപ്പിലാണ് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് വീക്ക്ലി ബേസിസ് നമുക്ക് വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്കിൽ ഒരു ബാലൻസ് വീക്കോ അല്ല എങ്കിൽ ഒരു റിവേഴ്സൽ വീക്കോ പി ഒ സിയുടെ ഭാഗത്തേക്ക് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്പർ റെഫറൻസ് പറഞ്ഞാൽ 25,800ഉം ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25,645 താഴെയായിരിക്കും. ഇതായിരിക്കും നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റി അടിപൊളി അടാറ് മൊമെന്റ് കിട്ടി. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയെക്കാട്ടും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യേണ്ടത് ലാസ്റ്റ് മിനിറ്റിൽ ഐ സി ഐ സി ബാങ്കിൽ വന്ന ബൈ, സത്യം പറഞ്ഞാൽ ഫ്യൂച്ചറിന്റെ പ്രൈസിൽ മൂവ്മെന്റ് വന്നിട്ടില്ല. അത് ഞാൻ നല്ലത് പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് നിമിഷം വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നിരുന്നാൽ കൂടി അത് വന്നിട്ടില്ലെങ്കിൽ കൂടി നല്ലൊരു രീതിയിൽ പൊസിഷൻസ് കിട്ടി, ഡിപ്പിൽ ബൈ കിട്ടിയായിരുന്നു. ആ ബൈയിങ് പൊസിഷൻ ക്യാരി ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ പോലെ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം അപ്പോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ പെർഫെക്റ്റ് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നോർമൽ ട്രെൻഡിങ് വീക്കാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇറ്റ്സ് എ ട്രെൻഡ് വീക്കാണ് ബാങ്ക് നിഫ്റ്റി. ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും നിഫ്റ്റിയെക്കാട്ടി കൂടുതൽ ഇനി ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. കാരണം അവ ഇപ്പോഴാണ് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി നിങ്ങൾ ഡെയിലി കാലിൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിഫ്റ്റി ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഏകദേശം സത്യം പറഞ്ഞാൽ ഇതായിരുന്നു അന്ന് ബാങ്ക് നിഫ്റ്റി വന്ന ആ സമയത്തുള്ള ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഹൈ ആയിരുന്നു നിഫ്റ്റി 25,000. അതും ബ്രേക്ക് ചെയ്ത് അവൻ ഏകദേശം 600-800 പോയിന്റോളം ബാങ്ക് നിഫ്റ്റി കയറിപ്പോയി. പക്ഷെ നിഫ്റ്റി ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നിഫ്റ്റി കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും അന്നത്തെ ആ ഹൈക്ക് മുകളിൽ ഇന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തേ ഉള്ളൂ. സോ അവനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ ഏറ്റവും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി ട്രെൻഡിങ് വീക്ക് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ഇതുവരെയ്ക്ക് താഴെ മുകളിലോട്ട് മെർജ് ചെയ്യാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ട്രെൻഡിങ് വീക്കും കൂടെ ആയതുകൊണ്ട് ഏകദേശം ലെങ്തി ട്രെൻഡിങ് വീക്ക് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ഇപ്പോഴും നിൽക്കുന്നത് 52,272 ഭാഗത്താണ് ഇപ്പോഴും പി ഒ സി നിൽക്കുന്നത്. അത് ഏറ്റവും താഴെയാണ് ഈ പി ഒ സി നിൽക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ ഡേഞ്ചർ ആണ്. മാർക്കറ്റ് പുതിയ ഹൈ ഒന്നും തന്നിട്ടില്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വീക്ക് കൃത്യമായി നിങ്ങൾ ഓർത്തോളൂ. പുതിയ ഹൈ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം നമ്മൾ ഹയർ ക്ലോസിലാണ് നിൽക്കുന്നത്. അപ്പം ഓർത്തോളൂ 53,650 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുമെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 54,036 വരെ പോകുവാനും അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,694 വരെ ബാങ്ക് നിഫ്റ്റിക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 54,500 ബാങ്ക് നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചത് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ടാണ്. കാരണം ബാങ്ക് നിഫ്റ്റി ഈ വീക്കിൽ ഇന്ന് ക്ലോസ് ആയ വീക്കിൽ ട്രെൻഡിങ് വീക്ക് ആയിരുന്നു. പി ഒ സി മുകളിലോട്ട് മെർജ് ചെയ്തില്ല, അതൊരു ദുഃഖകരമായ. പക്ഷേ നിങ്ങളെ വി ബാപ്പ് മുകളിലോട്ട് മാറിയിട്ടുണ്ട്. 53,377 ഭാഗത്തേക്ക് വി ബാപ്പ് എന്താണ് നമ്മുടെ ഇതാണ് ട്രെൻഡിങ് വി ബാപ്പ് 53,377 ഭാഗത്തേക്ക് വന്നു. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് അതൊരു പി ഒ സി മെർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നെഗറ്റീവ് ആണ്. കാരണം മീൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ സംബന്ധിച്ച് ഏറ്റവും ലോട്ടറി ഉള്ള ട്രേഡ്സ് ആണ്. സോ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ യൂഷ്വലി 50,201 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിരുന്നാൽ കൂടി എന്റെ ഒരു കണക്കൂട്ടിൽ 53,600 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 54,036 അതിനു മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,694 വരെ പോകാനുള്ള ചാൻസും 54,36 അതിന് മുകളിൽ 54,694 694 വരെ പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇനി താഴേക്ക് പറയണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് 53,370 വി വാപ്പിന് താഴെ നിൽക്കുകയാണെങ്കിൽ 52,718 വരെ വരാനും
അത് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ POC ആയ 52,271 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷെ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു 80% ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ആഴ്ച നമ്മൾ 54,000 മുകളിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇനി നമുക്ക് നോക്കേണ്ട അമേരിക്കയുടെ ഡേറ്റയിൽ ഇഷ്ടംപോലെ കുറെ ഡേറ്റ ഈ മാസം ഈ ആഴ്ച വരാൻ പോകുന്നത് കൺസ്യൂമർ എന്താണ് നമ്മൾ ഏതാണ് GDP വരുന്നുണ്ട് ഈ മാസം ഈ വരാൻ പോകുന്ന ഏതാണ് വ്യാഴാഴ്ച GDP ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഏതാണ്ട് പെൻഡിങ് ഹോം സെയിൽസ്, ന്യൂ ഹോം സെയിൽസ്, ബിൽഡിംഗ് പെർമിറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഈ ആഴ്ചയിൽ ന്യൂസിൽ ഇഷ്ടം പോലെ ഉണ്ട്. മാർക്കറ്റിന് നമ്മളെ പിടിച്ചു കുലുക്കി കൊണ്ടുപോകാനുള്ള ഇഷ്ടംപോലെ ന്യൂസുകളുണ്ട്. അപ്പൊ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റി ട്രെൻഡിങ് വീക്ക് ആയിരുന്നു ഈ ആഴ്ച, നിഫ്റ്റി ന്യൂട്രൽ അസ്റ്റേയും വീക്ക് ആയിരുന്നു. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ട്രെൻഡ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനും 54,500 വരെ പോകാനുള്ള ചാൻസ് അവനെ സംബന്ധിച്ച് വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ നന്ദി. ഈ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, ലെവലൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ദയവായി നമ്മളെ കമന്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടാതെ കമന്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ അത് വെച്ചുള്ള വീഡിയോസ് എന്നെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങൾ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക. ടേക്ക് കെയർ. ബൈ ബൈ.